2026 മാർച്ച് മാസത്തിൽ മാക്ബുക്ക് നിയോയുടെ മുന്നേറ്റത്തെക്കുറിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾ ഇപ്പോൾ സാങ്കേതിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ക്രോംബുക്കുകൾക്ക് ബദലായി ഗൂഗിൾ വിപണിയിലിറക്കുന്ന ഗൂഗിൾ ബുക്ക് എന്ന ആശയം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. രൂപകൽപ്പനയിൽ ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങളോട് സാമ്യം പുലർത്തുന്നുണ്ടെങ്കിലും ഉപയോക്താക്കൾ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഒത്തുചേരുമോ എന്നതിലാണ് സംശയം നിലനിൽക്കുന്നത്. ആപ്പിളിന്റെ മാക്ബുക്ക് ശ്രേണിക്ക് ലഭിക്കുന്ന സ്വീകാര്യത വെറും സൗന്ദര്യത്തിൽ മാത്രമുള്ളതല്ല. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള കൃത്യമായ ഏകോപനമാണ് മാക്ബുക്കുകളെ വ്യത്യസ്തമാക്കുന്നത്. 2019 മുതൽ മാക്ബുക്ക് ഉപയോഗിക്കുന്നവർ അനുഭവിക്കുന്ന മികച്ച പ്രകടനവും വിശ്വാസ്യതയും പകർത്തുക എന്നത് മറ്റ് കമ്പനികൾക്ക് എളുപ്പമുള്ള കാര്യമല്ല. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് സ്റ്റീൽ എന്ന സ്റ്റീവ് ജോബ്സിന്റെ പ്രശസ്തമായ വചനം ഇവിടെ ഓർക്കാവുന്നതാണ്. എന്നാൽ ബാഹ്യമായ രൂപഘടന പകർത്തിയാൽ മാത്രം ഒരു ലാപ്ടോപ്പിന്റെ പൂർണ്ണത ലഭിക്കില്ലെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടതാണ്. ന്യൂസ് കേരള വാട്സാപ്പ് ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. ന്യൂസ് കേരള ടെലിഗ്രാം ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. ഗൂഗിൾ തങ്ങളുടെ ഹാർഡ്വെയർ ഇക്കോസിസ്റ്റം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പിക്സൽ ഫോണുകൾ, ബഡ്സുകൾ, വാച്ചുകൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ആപ്പിൾ നൽകുന്നത്ര തടസ്സമില്ലാത്ത സംയോജനം, സീംലെസ് ഇന്റഗ്രേഷൻ ഗൂഗിൾ ഉപകരണങ്ങളിൽ ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. അലൂമിനിയം OS എന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഗൂഗിൾ ബുക്കിൽ ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ്, ക്രോം OS എന്നിവയുടെ സമ്മിശ്ര രൂപമാണിത്.